ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് നദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. LGSന്റെ പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോവാണ്. 10th പ്രിലിംസ് നടക്കുന്നുണ്ട്, ദേവസ്വം ബോർഡ് പരീക്ഷ, എന്തിന് ഡിഗ്രി ലെവലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ഉപകാരപ്പെടും. പ്രത്യേകിച്ചും LGSനും 10th പ്രിലിംസിനും ദേവസ്വം ബോർഡിനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമുക്ക് LGSന്റെ ഒരു മാരത്തോൺ പോലെ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. കൃത്യമായ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഒന്നാമതൊരു സ്റ്റേറ്റ്മെന്റ്, 5 ചോദ്യങ്ങൾ നമ്മൾ ചോദ്യ രൂപത്തിലും പിന്നീട് നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ചോദ്യം എങ്ങനെയാണ്? ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. തമിഴ്നാട്ടിൽ അമരാവതി പുഴ എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി. മാമാങ്കം നടന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ്. MD വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ഓപ്ഷൻ. ഇവയെല്ലാം 2, 3, 4, 1, 4, 1, 3, 4. നമുക്കറിയാം 3ഉം 4ഉം ശരിയാണ്. 3ഉം 4ഉം ശരിയാണെന്നറിയാം. അപ്പൊ അത് വരുന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അതല്ലാത്ത 1ഉം 4ഉം എന്നുള്ളത് കട്ട് ചെയ്യാം. അതുപോലെ 3ഉം 4ഉം വരുന്നത് ഇവയെല്ലാം എന്നത് 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നോക്കുക, ഇതിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, കേരളത്തിലെ നദി എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, തെറ്റാണ്. അതേതാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി എന്ന് പറയുന്നത്? നമ്മുടെ പെരിയാറാണ്. ഏതാണ്? പെരിയാർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി പെരിയാറാണ്. അപ്പൊ അത് തെറ്റാണ്. ബാക്കി 3ഉം 4ഉം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവയെല്ലാം അല്ലെങ്കിൽ 1, 3, 4, 2, 3, 4 എല്ലാം അറിഞ്ഞ് പിന്നെ ഇവയെല്ലാം 1, 3, 4. അപ്പൊ ഈ തെറ്റാണെന്നാണ് നമുക്ക് 1, 3, 4 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പം ഓപ്ഷൻ 1, 3, 4 ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, തമിഴ്നാട്ടിൽ അമരാവതി പുഴ എന്നാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. ഇങ്ങനെ അമരാവതി പുഴ പഠിച്ചു വെക്കുക. അത് അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ ഭാരതപ്പുഴയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കരിമ്പുഴ. ഏതാണ്? ഇതിൽ ഗായത്രിപ്പുഴയും കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. കരിമ്പുഴ അല്ല എന്ന് മനസ്സിലാക്കുക. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ പമ്പാ നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഇതിലേതാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം, മൂഴിയാർ ഡാം, തിരുനാവായ, ആറന്മുള വള്ളംകളി. ഇതിൽ തിരുനാവായ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പൊ അതാണ് ബന്ധമില്ലാത്തത്. ഓക്കെ, അടുത്തത്, പെരിയാർ നദി മംഗലംപുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെയാണ്? പെരിയാറ്, മംഗലംപുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന എവിടെയാണ്? ആലുവയിൽ വെച്ചാണ്. ഇവിടെ ആലുവയിൽ വെച്ച്. പമ്പാ നദി പതിക്കുന്ന കായൽ ഏതാണ്? പമ്പാ നദി ഏതിലാണ്? വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി പതിക്കുന്നത്. ഇത്രയുമാണ് 5 ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം. BC 326 അലക്സാണ്ടറും പോറസും തമ്മിൽ ഹിഡാസ്പസ് യുദ്ധം നടന്നത് ഏത് നദിക്കരയിലാണ്? അലക്സാണ്ടറും പോറസും തമ്മിൽ നടന്ന ഹിഡാസ്പസ് യുദ്ധം BC 326 ഇത് ഏത് നദിക്കരയിലാണ് എന്ന് ചോദിച്ചാൽ ജലം നദിയുടെ തീരത്താണ്. ജലം നദിയുടെ തീരത്താണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? അത് ഗംഗയാണ്. ഗംഗ. മറ്റൊന്ന്, ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ ഏതിന്റെ പോഷക നദികളാണ്? ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. 5 നദികളുണ്ട്. അതേതാണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഏത് നദിയാണ് കാശ്മീരിൽ വേദ് എന്നറിയപ്പെടുന്നത്? അത് ജലം നദിയാണ്. കാശ്മീരിൽ വേദ് എന്നറിയപ്പെടുന്നത് ജലം നദിയാണ് എന്ന് മനസ്സിലാക്കുക. വേദാണ് കേട്ടോ. വേദ് കാശ്മീരിലാണ് അറിയപ്പെടുന്നത്. ചന്ദ്ര, ബാഗ എന്നീ 2 മലയൊഴുക്കുകൾ ചേർന്ന് രൂപം കൊള്ളുന്ന ഏത് നദിയാണ് ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്നത്? അതായത് ചന്ദ്രഭാഗ എന്നീ 2 മലയൊഴുക്കുകൾ ചേർന്ന് രൂപം കൊള്ളുന്ന ഏതു നദിയാണ് ചന്ദ്രഭാഗ എന്നുകൂടി അറിയപ്പെടുന്നത്? ചെനാബാണ്. ചെനാബ്. ഓക്കെ, ചെനാബിനായിട്ടുള്ള ചന്ദ്രഭാഗ. 1961 നിർമ്മാണം ആരംഭിച്ച് 1975 പൂർത്തിയായ ലോകത്തിലെ നീളം കൂടിയ തടാകങ്ങളിലൊന്നായ ഫറാക്ക ബാരേജ് ഏതു നദിയിലാണ്? ഫറാക്ക ബാരേജ് ഏതു നദിയിലാണെന്ന് ചോദിച്ചാൽ ഗംഗയിലാണ്. ഫറാക്ക ബാരേജ് ഗംഗാ നദിയിലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? അത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയുടെ പേര്, അതായത് ആദ്യകാലത്ത് അതിലൂടെ ഒഴുകുന്ന നദിയുടെ പേരിലാണ് ഈ ഒരു ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അറിയപ്പെട്ടിരുന്നത്. ഏതാണ് ആ നദി എന്നാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് അതിലൂടെ ഒഴുകുന്ന ഒരു നദിയുടെ പേരിലാണ്. ഏതാണ് ആ നദി? അതാണ് രാംഗംഗ. രാംഗംഗ നാഷണൽ പാർക്ക് എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത് ഓർക്കുക.
അടുത്തത് ജാർഖണ്ഡിലെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതു നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്? ജാർഖണ്ഡിലെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതു നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്? അത് ദാമോദർ നദിയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇന്ത്യയിലെ ബൃഹത്തായ വിവിധോദ്ദേശ പദ്ധതികളിൽ ഒന്നായ ബക്രാനങ്കൽ അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ബൃഹത്തായ വിവിധോദ്ദേശ പദ്ധതികളിൽ ഒന്നായ ബക്രാനങ്കൽ അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് സത്ലജ്. സത്ലജിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തത് ഭാഗീരഥിയും അളകനന്ദയും എവിടെ വെച്ച് സന്ധിച്ചതിന് ശേഷമാണ് ഗംഗ എന്ന പേരിൽ ജലപ്രവാഹമായി ഒഴുകുന്നത്? അതായത് ഗംഗയായി മാറുന്നത് ഭഗീരഥിയും അളകനന്ദയും കൂടി ഒരു സ്ഥലത്ത് സന്ധിച്ചതിന് ശേഷമാണ്. ആ സ്ഥലമാണ് ദേവപ്രയാഗ്. അതായത് ഭാഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് സന്ധിച്ചതിന് ശേഷമാണ് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത് എന്ന് മനസ്സിലായി. അതുവരെ ഭാഗീരഥിയും അളകനന്ദയുമാണ്. ഇവിടെ ഇങ്ങനെ ഭാഗീരഥിയും അളകനന്ദയും തമ്മിൽ സന്ധിച്ചു, അതിനുശേഷമാണ് ഗംഗയായി ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് സംഗമിക്കുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്. ഇനി തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന ഏത് നദിയാണ് ബീഹാറിലെ സോണിപൂരിന് സമീപം ഗംഗയിൽ ചേരുന്നത്? അതായത് തെക്കൻ നേപ്പാളിൽ അറിയപ്പെടുന്നത് നാരായണി എന്ന പേരിലാണ്. ഇങ്ങനെ തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന ഒരു നദി ബീഹാറിലെ സോണിപൂരിന് സമീപം ഗംഗയിൽ ചേരുന്നുണ്ട്. ആ നദിയാണ് ഗന്ദകി. ഏതാണ്? ഗന്ദകി. മനസ്സിലാക്കി വെക്കുക. അടുത്തത് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവും ആരും തമ്മിലാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്? 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവും ആരും തമ്മിലാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്? അയൂബ് ഖാൻ ആണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും ചേർന്നാണ് എന്ത് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇനി ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് എന്ന് മനസ്സിലായി. ഇന്ത്യയിലെ ചുവന്ന നദി ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ഏതു നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഗംഗയെ മലിനീകരണത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിയായ ഗംഗ ആക്ഷൻ പ്ലാനിന് തുടക്കം കുറിച്ചത് എന്നാണ്? 1985 ഗംഗയെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പദ്ധതിയായ ഗംഗ ആക്ഷൻ പ്ലാനിന് തുടക്കം കുറിക്കുന്നത് 1985 85. ലോഹിത്, ദിബാങ്, ധാൻസിരി, സുബൻസിരി എന്നിവ ഏതിന്റെ പ്രധാന പോഷക നദികളാണ്? ലോഹിത്, ദിബാങ്, ധാൻസിരി, സുബൻസിരി എന്നിവ ഏതിന്റെ പ്രധാന പോഷക നദികളാണ്? ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ്. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ് ലോഹിത്, ദിബാങ്, ധാൻസിരി, സുബൻസിരി എന്നിവ എന്ന് ഓർക്കുക. അടുത്ത് സിന്ധു, ചലം, ചെനാവ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയോടൊപ്പം ഏതു നദിയെ കൂടി ചേർത്താണ് സപ്ത സിന്ധു എന്ന് വിളിക്കുന്നത്? അതായത് സിന്ധു നദി, ചലം നദി, ചെനാബ് നദി, രവി നദി, സത്ലജ് നദി, ബിയാസ് നദി എന്നീ നദികളോടൊപ്പം ഏതു നദിയെ കൂടി ചേർത്താണ് സപ്ത സിന്ധു എന്ന് വിളിക്കുന്നത്? സരസ്വതി നദിയെ കൂടി ചേർത്താണ്. ഏതാണ്? സരസ്വതി നദിയെ കൂടി. ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന നദി, ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന നദി എന്നാണ് സരസ്വതി നദി അറിയപ്പെടുന്നത്. ആ നദിയെ കൂടി ചേർത്താണ് എന്ത് സപ്ത സിന്ധു എന്ന് വിളിക്കുന്നത്? സപ്ത സിന്ധു എന്ന് വിളിക്കുന്നത് ഇങ്ങനെയാണ്. 7 നദികൾ ചേർന്നാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത്. ഇനി ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ചോദിച്ചാൽ യമുനയാണ്. യമുന. ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. ഏതാണ്? യമുന. ഇനി ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്രയുമായി ചേരുന്നു. ഏതാണ് ഈ നദി? അതാണ് ടീസ്റ്റ. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി, ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റയാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. ഇത് സിക്കിമിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇങ്ങനെ സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്രയുമായി ചേരുന്നത്. അതാണ് ടീസ്റ്റ. ഇനി ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ചോദിച്ചാൽ അതാണ് ഷിയോനാഥ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഷിയോനാഥ് നദിയാണ്. ഏതാണ്? ഷിയോനാഥ്. മറ്റൊന്ന് വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഡക്കാനിയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ഏതാണ്? വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഡക്കാനിയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ഏതാണ്?
നർമ്മദയാണ് എന്ന് ഓർക്കുക. നർമ്മദ നദിയാണ്. വിന്ധ്യ സത്പുര പർവ്വതരേഖകൾക്കിടയിലൂടെ നർമ്മദ ഒഴുകുന്നു. ഡക്കാനെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്നതും നർമ്മദ നദിയാണ്. നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് ശിവസമുദ്രം, ഹൊഗനക്കൽ. ശിവസമുദ്രം, ഹൊഗനക്കൽ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് കാവേരി നദിയിലാണ്. ശിവസമുദ്രം, ഹൊഗനക്കൽ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ഇവിടെ കാവേരി നദിയിൽ. മറ്റൊന്ന്, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനു സമീപത്തു നിന്ന് ഉത്ഭവിച്ച് നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഏതു നദിയാണ് ബീഹാറിലെ ചപ്രയിൽ വെച്ച് ഗംഗയിൽ ചേരുന്നത്? അതായത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനു സമീപത്തു നിന്ന് ഉത്ഭവിച്ച് നേപ്പാളിലെ കർണാലി എന്നറിയപ്പെടുന്ന ഏത് നദി, നേപ്പാളിൽ അത് കർണാലി എന്നാണ് അറിയപ്പെടുന്നത്, ആ നദി ബീഹാറിലെ ചപ്രയിൽ വെച്ച് ഗംഗയിൽ ചേരുന്നു. അതേതാണ് നദി? അതാണ് ഗാഗ്ര. ഏതാണ്? ഗാഗ്ര. ഗാഗ്ര നദിയാണ് കർണാലി എന്ന് നേപ്പാളിൽ അറിയപ്പെടുന്നത്. ബീഹാറിലെ ചപ്രയിൽ വെച്ച് ഗംഗയിലേക്ക് ഗംഗയിൽ ചേരുകയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്ന് വിശേഷിപ്പിക്കാറുള്ള ഏതു നദിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്? അത് കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി അത് കോസി നദിയാണ്. ഈ കോസി നദിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി. ബീഹാറിന്റെ ദുഃഖം കോസി. പഠിച്ചു വെക്കുക. അടുത്തത്, ഹിമാലയ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് നദിയെയാണ് ഗ്രീക്കുകാർ ഹൈഫാസിസ് എന്ന് വിളിച്ചിരുന്നത്? ഹിമാലയ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് നദിയെയാണ് ഗ്രീക്കുകാർ ഹൈഫാസിസ് എന്ന് വിളിച്ചിരുന്നത്? അത് ബിയാസ് നദിയെയാണ്. ഏതാണ്? ബിയാസ് ആണ്. മറ്റൊന്ന്, തെലുഗു ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് കൃഷ്ണ നദിയാണ്. തെലുഗു ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൃഷ്ണ നദി. തെലുഗു ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ് എന്ന് മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നായ നത്പ ജക്രി പദ്ധതി ഏതു നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് ഏത്? നത്പ ജക്രി. ഈ പദ്ധതി ഏതു നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഏതാണ്? സത്ലജ്. അടുത്തത്, പെൻഗംഗ, വെയിൻഗംഗ എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ്? അത് ഗോദാവരിയുടെ പോഷക നദികളാണ്. പെൻഗംഗ, വെയിൻഗംഗ എന്നിവ ഗോദാവരി നദിയുടെ പോഷക നദികളാണ്. അതായത് പെൻഗംഗ, വെയിൻഗംഗ. ഇവിടെ ഗംഗ കണ്ട നേരെ ഗംഗയുടെ പോഷക നദികളാണ് എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകരുത്. പെൻഗംഗയും വെയിൻഗംഗയും ഗോദാവരിയുടെ പോഷക നദികളാണ്. ഗോദാവരി, ഗംഗയല്ല. പെൻഗംഗയും വെയിൻഗംഗയും ഗോദാവരിയുടേതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് സൃഷ്ടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? അത് സുന്ദർബൻസ് ആണ്. നമ്മുടെ പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻസ് ആണ് ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് സൃഷ്ടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇതാണ് ബ്രഹ്മപുത്രയും ഗംഗയും ചേർന്ന് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ്. ഏതാണ്? സുന്ദർബൻസ്. അടുത്തത്, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. നമ്മൾ ബീഹാറിലെ ദുഃഖം കോസി, ബീഹാറിലേത് കോസി, ബംഗാളിൻ്റെത് ദാമോദർ. ഇപ്പോ ഒഡീഷ ഏതാണ്? ഒഡീഷയുടെ ദുഃഖം മഹാനദി. ബീഹാറിൻ്റെത് കോസി, ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ഒഡീഷയുടെ ദുഃഖം മഹാനദി. പഠിച്ചു വെക്കുക, ചോദിക്കും. അടുത്തത്, ടിബറ്റിൽ സാങ്പോ എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? ടിബറ്റിൽ സാങ്പോ എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? അത് ബ്രഹ്മപുത്രയാണ്. ടിബറ്റിൽ സാങ്പോ എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഏതാണ്? ബ്രഹ്മപുത്ര. അടുത്തത്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സുരേഷ് ശ്രീവാസ്തവ ഏത് നദിക്കരയിൽ നിന്നാണ് രാജാസോറസ് എന്ന ഇനം ദിനോസറിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്? അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായ സുരേഷ് ശ്രീവാസ്തവ ഏത് നദിക്കരയിൽ നിന്നാണ് രാജാസോറസ് എന്ന ഇനം ദിനോസറിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്? നർമ്മദയാണ്. നർമ്മദ. ഇതൊക്കെ അറിഞ്ഞു വെക്കുക. അടുത്തത്, ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ സർദാർ സരോവർ പദ്ധതി ഏതു നദിയിലാണ്? ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ സർദാർ സരോവർ പദ്ധതി ഏതു നദിയിലാണ്? നർമ്മദ നദിയിലാണ്. ഏതാണ്? നർമ്മദ. സർദാർ സരോവർ നർമ്മദ നദിയിലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഛത്തീസ്ഗഡിലെ പ്രസിദ്ധമായ ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം ഏതു നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം എവിടെയാണ്? ഛത്തീസ്ഗഡ്. ചിത്രക്കോട്ട്, ഛത്തീസ്ഗഡ്. ഏത് നദി? ഇന്ദ്രാവതി. ഇന്ദ്രാവതി നദിയിലാണ് ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം. ഛത്തീസ്ഗഡിലെ ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇന്ദ്രാവതി നദിയിലാണ്. ഇന്ദ്രാവതി, ചിത്രക്കോട്ട്, ചിത്ര അങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. അടുത്തത്, ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏതു നദിയിലാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത്?
ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏതു നദിയിലാണ് ദൂദ് സാഗർ വെള്ളച്ചാട്ടം? മണ്ഡോവി നദിയിലാണ്. അപ്പൊ ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഗോവയിലാണ്. ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഗോവയിലാണ്. ഗോവയുടെ ജീവരേഖ എന്നാണ് മണ്ഡോവി അറിയപ്പെടുന്നത്. ഈ മണ്ഡോവി നദിയിലാണ് ദൂദ് സാഗർ വെള്ളച്ചാട്ടം നിലകൊള്ളുന്നതെന്ന് പഠിച്ചു വെക്കുക. അടുത്തത് രാജ, റാണി, റോറർ, റോക്കറ്റ്. രാജ, റാണി, റോറർ, റോക്കറ്റ് എന്നീ ജലപാതകൾ ചേർന്ന് രൂപം കൊള്ളുന്ന ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? അതായത് രാജ, റാണി, റോറർ, റോക്കറ്റ് എന്നീ ജലപാതകൾ ചേർന്ന് രൂപം കൊള്ളുന്ന ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? അത് ശരാവതി നദിയിലാണ്. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. അടുത്തത് സംവേദ, സംഗമ. സംവേദ, സംഗമ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് സിന്ധു നദിയാണ്. സംവേദ, സംഗമ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് സിന്ധു നദി. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി അത് ഗോദാവരിയാണ്. ഗോദാവരി. ഓക്കെ, ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഗോദാവരി. അടുത്തത് നദികളെ ആരാധിക്കുന്നതിനായി 12 വർഷത്തിലൊരിക്കൽ 12 പ്രധാന നദികളുടെ തീരത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആഘോഷം ഏതാണ്? അതാണ് പുഷ്കരം. നദികളെ ആരാധിക്കുന്നതിനായി 12 വർഷത്തിലൊരിക്കൽ 12 പ്രധാന നദികളുടെ തീരത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആഘോഷമാണ് പുഷ്കരം എന്ന് പറയുന്നത്. പുഷ്കരം. അടുത്തത് രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നുത്ഭവിക്കുന്ന ഏത് നദിയാണ് ഉപ്പുരസം ഉള്ളതിനാൽ ലവണവാരി എന്നറിയപ്പെടുന്നത്? രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് നദിയാണ് ഉപ്പുരസമുള്ളതിനാൽ ലവണവാരി എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ലൂണി നദിയാണ്. ലൂണി നദിയാണ് ലവണവാരി എന്നറിയപ്പെടുന്നത്. ഉപ്പുരസമുള്ള നദിയാണ് ലൂണി നദി. അത് ആരവല്ലി മലനിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ലവണവാരി എന്നും അറിയപ്പെടുന്നുണ്ട്. അതാണ് ലൂണി നദി എന്ന് ഓർത്തു വെക്കുക. അടുത്തത് ജംഷഡ്പൂർ നഗരം ഏതു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സുവർണരേഖ നദിയുടെ തീരത്ത്. ജംഷഡ്പൂർ നഗരം സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖ നദിയുടെ തീരത്താണ്. മറ്റൊന്ന് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് കാമ്പട്ട് ഉൾക്കടലിൽ ചേരുന്ന ഏത് നദിയിലാണ് ദരോയി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? കമ്പത്ത്. കമ്പത്ത് എന്ന് പറയുന്നില്ലേ, കമ്പത്ത് ഉൾക്കടലിൽ, ആരവല്ലി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ ചേരുന്ന ഏത് നദിയിലാണ് ദരോയി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? സബർമതി നദിയിലാണ്. സബർമതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കമ്പത്ത് ഉൾക്കടലിൽ ചേരുന്ന നദിയിലാണ് ദരോയി അണക്കെട്ട്. സബർമതിയിലാണ്. ഏതു നദിയെയാണ് ടോളമി നമദോസ് എന്ന് വിളിച്ചത്? നർമ്മദയാണ്. നമദോസ് എന്ന് ടോളമി വിളിച്ച നദിയാണ് നർമ്മദ. നമദോസ് എന്ന് വിളിച്ചത് നർമ്മദയെയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി അത് യമുനയാണ്. സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി അത് യമുനയാണ്. അതായത് യമുന ഏകദേശം നമ്മുടെ ഡൽഹിയുടെ ആ ഏരിയയിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ നേരെ ഗംഗയിലേക്ക് വന്ന് കഴിച്ചേരുവാണ്. അതായത് സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് യമുന. യമുന ഗംഗയുടെ പോഷകം ഗംഗയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അടുത്തത് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലം അത് പുംപുഹാർ. തമിഴ്നാട്ടിലെ പുംപുഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. എവിടെയാണ്? പുംപുഹാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഇനി കട്ടക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? മഹാനദിയുടെ തീരത്താണ്. ഒഡീഷയിലെ കട്ടക് നഗരം മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. 1998 സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നദിയാണ് ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഇത് 1998 സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി കൂടിയാണ് ഷിയോനാഥ് എന്ന് ഓർത്തു വെക്കുക. മഹാനദിയുടെ പോഷക നദിയാണ്. അടുത്തത് തുംഗഭദ്ര ഏതു നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. ഓക്കെ. അടുത്തത് ആന്ധ്രയിലെ വിജയവാഡ നഗരം ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണ നദി. ആന്ധ്രയിലെ വിജയവാഡ നഗരം കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ആന്ധ്രയിലെ വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉപദ്വീപീയ നദികളിൽ നീളത്തിൽ 2ാം സ്ഥാനമുള്ള നദി ചോദിച്ചാൽ അത് കൃഷ്ണയാണ്. ഉപദ്വീപീയ നദികളിൽ നീളത്തിൽ 2ാം സ്ഥാനമുള്ളത് കൃഷ്ണ നദിക്കാണ് എന്ന് ഓർക്കുക. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ്. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ
നദീജല സംയോജന പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതി അതാണ് ഗോദാവരി കൃഷ്ണ പദ്ധതി. ഗോദാവരി കൃഷ്ണ പദ്ധതി എന്ന് ഓർക്കുക. ഇനി ഇന്ത്യയിലെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ. ഇന്ത്യയിലെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് കാവേരി, മഹാനദി, കൃഷ്ണ നദി, ഗോദാവരി. കാവേരി, മഹാനദി, കൃഷ്ണ നദി, ഗോദാവരി എന്നിവ ഒന്ന് ഓർത്തുക. ഇനി ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് ലൂണി, നർമ്മദ, മാഹി, താപ്തി, സബർമതി. ലൂണി, നർമ്മദ, മാഹി, താപ്തി, സബർമതി. ഇതിൽ പലപ്പോഴും ചോദ്യങ്ങൾ കടന്നു വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ പെടുന്നത് ഏത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ പെടാത്തത് ഏത് എന്നിങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. കൃത്യമായി പഠിച്ചു വെക്കുക. പടിഞ്ഞാറോട്ടൊഴുകുന്നത് ലൂണിയും, നർമ്മദയും, മാഹിയും, താപ്തിയും, സബർമതിയും. കിഴക്കോട്ടൊഴുകുന്നത് കാവേരി, മഹാനദി, കൃഷ്ണ, ഗോദാവരി. ഓക്കെ, ഈ നദികളാണ് എന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി കേരളത്തിലേക്ക് വന്ന മാറ്റമുണ്ട് കേട്ടോ. കേരളത്തിലെ എക്സ്ട്രാ ഉണ്ട്, നമുക്കറിയാലോ. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ്. ഇനി ഹിമാലയത്തിൽ നിന്നല്ലാതെ ഉപദ്വീപീയ ഇന്ത്യയിലെ മറ്റു പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപിയൻ നദികൾ എന്നാണ് പറയുന്നത്. അതായത് ഉപദ്വീപിയൻ നദികൾ എന്ന് വെച്ചാൽ എന്താണ്? ഹിമാലയത്തിൽ നിന്നല്ലാതെ ഉപദ്വീപീയ ഇന്ത്യയിലെ മറ്റു പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത്. അതായത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദികൾ. ഇങ്ങനെ ഹിമാലയൻ നദികളല്ലാതെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഒരുപാട് പർവ്വതങ്ങളുണ്ട്. ഇത്തരം പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നു. ഈ ഉപദ്വീപിയൻ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. മൺസൂൺ മഴയുടെ സമയത്താണ് ഉപദ്വീപിയൻ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇനി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ലൂണി നദിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? നർമ്മദയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, ലൂണി, സബർമതി, മാഹി. അതിൽ ഏറ്റവും വലുതാണ് നർമ്മദ. നർമ്മദയാണ് ഏറ്റവും വലുതെന്ന് ഓർക്കുക. അതുപോലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ചോദിച്ചാൽ അതിന്റെ ഉത്തരവും നർമ്മദയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയെയും വേർതിരിക്കുന്ന നദി. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്ന നദി. ഈ 3 പ്രധാനപ്പെട്ടത്. അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി എന്ന്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്ന നദി എന്നിങ്ങനെ നർമ്മദ അറിയപ്പെടുന്നു. നർമ്മദ അറിയപ്പെടുന്നു. നർമ്മദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് ജബൽപൂർ. നർമ്മദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം അത് ജബൽപൂർ ആണെന്ന് ഓർക്കുക. ഇനി ഗുജറാത്തിലെ സൂറത്ത് നഗരം. സൂറത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ കേട്ട ഒരു നഗരമാണ് സൂറത്ത്. ഈ സൂറത്ത് നഗരം ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്താണ്. ഏതാണ്? താപ്തി നദിയുടെ തീരത്ത്. ഗോദാവരി, നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഉത്തരം താപ്തിയാണ്. ഗോദാവരിക്കും നർമ്മദയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി, ഗോദാവരിക്കും നർമ്മദയ്ക്കും ഇടയിലൂടെ ഒഴുകുന്നത് താപ്തിയാണ് എന്ന് ഓർക്കുക. അത് ഒന്ന് പടിഞ്ഞാറോട്ടും ഒന്ന് കിഴക്കോട്ടുമാണ്. അടുത്തത് ആരവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഗംബത്ത് ഉൾക്കടലിൽ പതിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു ഗംബത്ത് ഉൾക്കടലിൽ പതിക്കുന്നത് കമ്പം എന്നും ഗംബത്ത് എന്നും പറയുന്നുണ്ട്. അത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. അതാണ് സബർമതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗയാണ്. 2500-ലധികം നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ചോദിച്ചാൽ ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി ചോദിച്ചാൽ അത് നർമ്മദ. അത് നർമ്മദ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയത് ഗംഗ, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരി, ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി കൃഷ്ണ. ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി കൃഷ്ണ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹം ചോദിച്ചാൽ ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹം ഗംഗ. ഭാഗീരഥിയും അളകനന്ദയും ഏതു നദിയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളാണെന്ന് ചോദിച്ചാൽ ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളാണ്. കാരണം അത് രണ്ടും ദേവപ്രയാഗിലെത്തി സംഗമിച്ച ശേഷമാണ് ഗംഗയായി മാറുന്നത്. അപ്പൊ ഭാഗീരഥിയും അളകനന്ദയും ഗംഗാ നദിയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനമുള്ളത് ഗോദാവരിക്കാണ്. ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്നത്. ഇപ്പം ഗംഗ ബംഗ്ലാദേശിലേക്ക് പോകുന്നു, ബ്രഹ്മപുത്ര നേപ്പാളിലും ചൈനയിലെ ആ ഏരിയയിലേക്ക് കൂടി കടന്നു വരുന്നുണ്ട്, സിന്ധു പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനമുള്ളത് ചോദിച്ചാൽ അത് ഗോദാവരിക്കാണ്. ഗോദാവരി. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല
കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്ന ഏത് പുഴയാണ് കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറിയ പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. ബാലേപ്പൂണി കുന്നുകളിൽ നിന്നുത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി ചോദിച്ചാലും ഉത്തരം മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന എവിടുന്നാണ്? ബാലേപ്പൂണി കുന്നുകളിൽ നിന്ന്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലേപ്പൂണി കുന്നുകളിൽ നിന്നാണ്. പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നതെങ്കിൽ മഞ്ചേശ്വരം പുഴ ജോഡി, തെറ്റായ ജോഡി ശരിയായ ജോഡി കണ്ടെത്തും, അതിൽ തരും. മഞ്ചേശ്വരം പുഴ ബാലേപ്പൂണി കുന്നുകൾ, പതിക്കുന്നത് ഉപ്പളക്കായൽ, പതിക്കുന്നത് ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ പഠിച്ചു വെക്കണം, ചോദ്യം ഉറപ്പായിട്ടും കടന്നു വരുന്ന ഒരു ഏരിയയാണ്. അടുത്തത്, കർണാടകയിലെ വീരകുംഭമലയിൽ നിന്നുത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഏത് നദിയാണ് കർണാടകയിൽ ആനേകാൽ ഹോളെ എന്നറിയപ്പെടുന്നത്? അത് ഉപ്പളപ്പുഴയാണ്. കർണാടകയിലെ വീരകുംഭമലയിൽ നിന്നുത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഏത് നദിയാണ് കർണാടകയിൽ ആനേകാൽ ഹോളെ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഉപ്പളപ്പുഴയാണ്. ഉപ്പളപ്പുഴ. മറ്റൊന്ന്, കേരളത്തിലെ ഏതു നദിയാണ് പെരുമ്പുഴ, പയസ്വിനി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? അത് ചന്ദ്രഗിരി പുഴയാണ്. കേരളത്തിലെ ഏതു നദിയാണ് പെരുമ്പുഴ എന്നും പയസ്വിനി പുഴ എന്നും എന്ന പേരുകളിൽ അറിയപ്പെടുന്നത്? അത് ചന്ദ്രഗിരി പുഴ. പെരുമ്പുഴ എന്നും പയസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി, കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ സമരമാണ് കയ്യൂർ സമരം. കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ ഒരു സമരമാണ് കയ്യൂർ സമരം. ഈ കയ്യൂർ സമരം നടന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് കാര്യങ്കോട് പുഴ. കാര്യങ്കോട് പുഴയുടെ തീരത്താണ് കയ്യൂർ സമരം നടന്നത്. കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ കയ്യൂർ സമരം നടന്നത് കാര്യങ്കോട് പുഴയുടെ തീരത്താണ്. കാര്യങ്കോട് പുഴ. ഇനി മറ്റൊന്ന്, പശ്ചിമഘട്ടത്തിലെ ആനഗണ്ടിയിൽ നിന്നുത്ഭവിക്കുന്ന അടുക്കസ്ഥലഹൊള. പശ്ചിമഘട്ടത്തിലെ ആനഗണ്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അടുക്കസ്ഥലഹൊള, പള്ളത്തടുക്കഹൊള എന്നീ അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണ്? അതാണ് ഷിറിയപ്പുഴ. ഏതാണ്? ഷിറിയപ്പുഴ. പശ്ചിമഘട്ടത്തിലെ ആനഗണ്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അടുക്കസ്ഥലഹൊള, പള്ളത്തടുക്കഹൊള എന്നീ അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ഷിറിയപ്പുഴ. ഏതാണ്? ഷിറിയപ്പുഴ. മറ്റൊന്ന്, ശങ്കരാചാര്യരുടെ ശിഷ്യനായ തോടകാചാര്യർ ഏതു പുഴയുടെ തീരത്താണ് എടനീർമഠം സ്ഥാപിച്ചത്? ശങ്കരാചാര്യരുടെ ശിഷ്യനായ തോടകാചാര്യർ ഏതു പുഴയുടെ തീരത്താണ് എടനീർമഠം സ്ഥാപിച്ചത്? അത് മധുവാഹിനി പുഴയുടെ തീരത്താണ്. മധുവാഹിനി പുഴയുടെ തീരത്താണ് എന്ന് ഓർക്കുക. അടുത്തത്, അഞ്ചരക്കണ്ടി പുഴ ഏതു ജില്ലയിലൂടെ ഒഴുകുന്നു? അത് കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. അഞ്ചരക്കണ്ടി പുഴ കണ്ണൂർ ജില്ലയിലൂടെ ആണ് ഒഴുകുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ് വളപട്ടണം പുഴ. വളപട്ടണം പുഴ ഏറ്റവും പ്രധാനപ്പെട്ട പുഴയും കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയാണ് എന്ന് ഓർക്കുക. അടുത്ത്, കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ചീങ്കണ്ണി പുഴ ഒഴുകുന്നത്? ആറളം വന്യജീവി സങ്കേതത്തോടാണ്. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ചീങ്കണ്ണി പുഴ ഒഴുകുന്നത് ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതത്തോട് ചേർന്നാണെന്ന് മനസ്സിലായി. ഈ ചീങ്കണ്ണി പുഴ ബാവലിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാവലിപ്പുഴ എന്നും പാലപ്പുഴ എന്നും അതുപോലെ ഇരട്ടിപ്പുഴ എന്നുമൊക്കെ അറിയപ്പെടുന്നത് മറ്റൊരു പേര്. അതായത് ചീങ്കണ്ണിപ്പുഴ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ്. കൊട്ടിയൂർ ഏരിയയിൽ അറിയപ്പെടുന്നത് ബാവലിപ്പുഴ എന്നാണ്. കൊട്ടിയൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആണ് ബാവലിപ്പുഴ. അത് കഴിഞ്ഞത് പാലപ്പുഴ എത്തും. അത് കഴിഞ്ഞ് ആറളം പുഴ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആറളം പുഴ, ബാവലിപ്പുഴ, പാലപ്പുഴ, ആറളം പുഴ, പിന്നീട് ഇരട്ടിപ്പുഴ, അത് കഴിഞ്ഞ് വളപട്ടണം പുഴ. പഴശ്ശി ഡാമിലേക്കൊക്കെ പോകുന്നത് ഈ ഒരു വെള്ളത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഇതിങ്ങനെ വളപട്ടണം പുഴയായിട്ട് മാറുകയാണ്. അതാണ് ചീങ്കണ്ണിപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ചീങ്കണ്ണിപ്പുഴ. മറ്റൊന്ന്, കാരാപ്പുഴ ജലസേചന പദ്ധതി, ബാണാസുര സാഗർ ജലസേചന പദ്ധതി എന്നിവ ഏതു നദിയിലാണെന്ന് ചോദിച്ചാൽ കബനി നദിയിലാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതി, ബാണാസുര സാഗർ ജലസേചന പദ്ധതി എന്നിവ ഏതു നദിയിലാണ്? കബനി നദിയിലാണ്. ഏതാണ്? കബനി നദിയിലാണ്. മറ്റൊന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് ഏതു നദിയിലാണ്? അതും കബനി നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഏത്? കുറുവ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ചോദിച്ചാൽ കുറുവ ദ്വീപാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ഏതാണ്? കബനി നദിയിലാണ് എന്ന് ഓർക്കുക. മറ്റൊന്ന്, വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി തിരുമക്കുടൽ എന്ന സ്ഥലത്ത് വെച്ച് കാവേരി നദിയിൽ ചേരുന്ന നദി ഏതാണ്?
അത് കബനിയാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി തിരുമക്കുടൽ എന്ന സ്ഥലത്ത് വെച്ച് കാവേരി നദിയിൽ ചേരുന്ന നദിയാണ് കബനി. ഏതാണ്? കബനി. അടുത്തത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി, അതാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഏതാണ്? മയ്യഴിപ്പുഴ. മാഹിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന വിഖ്യാത നോവൽ രചിച്ച മലയാള സാഹിത്യകാരനാണ് എം മുകുന്ദൻ. എം മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ രചിച്ചത്. അടുത്തത് വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിച്ചിരിക്കുന്ന പുഴ ഏതാണ്? അത് കോരപ്പുഴയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിച്ചിരിക്കുന്ന പുഴ ചോദിച്ചാൽ കോരപ്പുഴ. വില്യം ലോഗന്റെ മാനുവലിൽ പരാമർശിച്ചത് കോരപ്പുഴയാണ്. കോരപ്പുഴ. പുന്നൂർ പുഴ, അകലപ്പുഴ എന്നീ രണ്ടരുവികൾ സംഗമിച്ച് രൂപം കൊള്ളുന്ന കോഴിക്കോട് ജില്ലയിലെ നദിയാണ് കോരപ്പുഴ. അതായത് പുന്നൂർ പുഴ എന്നും അകലപ്പുഴ എന്നുമുള്ള രണ്ട് അരുവികൾ സംഗമിച്ച് രൂപം കൊള്ളുന്ന കോഴിക്കോട് ജില്ലയിലെ നദിയാണ് കോരപ്പുഴ. ഏതാണ്? കോരപ്പുഴ. മറ്റൊന്ന് മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെ പുഴ ചോദിച്ചാൽ അത് കുറ്റ്യാടിപ്പുഴയാണ്. മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെ പുഴയാണ് കുറ്റ്യാടിപ്പുഴ. ഏതാണ്? കുറ്റ്യാടിപ്പുഴ. മറ്റൊന്ന് കോട്ടപ്പുഴ എന്നുകൂടി അറിയപ്പെടുന്ന വയനാടൻ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് നദിയുടെ പോഷക നദിയാണ്? ഓണിപ്പുഴ. കോട്ടപ്പുഴ എന്നുകൂടി അറിയപ്പെടുന്ന വയനാടൻ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് നദിയുടെ പോഷക നദിയാണ്? ഓണിപ്പുഴ. അത് കുറ്റ്യാടിപ്പുഴയുടെ പോഷക നദിയാണ് ഓണിപ്പുഴ. കോട്ടപ്പുഴ എന്നുകൂടി ഓണിപ്പുഴ അറിയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് പുഴയിലാണ് രൂപം കൊള്ളുന്നത്? ചാലിപ്പുഴയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം ചാലിപ്പുഴയിൽ രൂപം കൊള്ളുന്നു. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലെ ചാലിപ്പുഴയിലാണ് രൂപം കൊള്ളുന്നത്. മറ്റൊന്ന് കിള്ളാനൂർ എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് പാറത്തോട്, പൂമലത്തോട് എന്നീ അരുവികൾ ചേർന്നുണ്ടാകുന്ന ഏതു പുഴയാണ് തൃശ്ശൂരിലെ കോൾ നിലങ്ങളിൽ യാത്ര അവസാനിപ്പിക്കുന്നത്? അത് പുഴയ്ക്കൽ പുഴയാണ്. പുഴയ്ക്കൽ പുഴ കിള്ളാനൂർ എന്ന സ്ഥലത്ത് വെച്ച് ഉത്ഭവിക്കുന്നു. അവിടെ നിന്ന് പാറത്തോട്, പൂമലത്തോട് എന്നീ അരുവികൾ ചേർന്നുണ്ടാകുന്ന ഒരു പുഴ തൃശ്ശൂരിലെ കോൾ നിലങ്ങളിൽ യാത്ര അവസാനിപ്പിക്കും. ആ പുഴയാണ് പുഴയ്ക്കൽ പുഴ. ഏതാണ്? പുഴയ്ക്കൽ പുഴ. മറ്റൊന്ന് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? ശ്രീനാരായണ ഗുരു 1888 ശിവപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറത്ത് വെച്ചാണ്. ഈ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ നദിയുടെ തീരത്താണ്. ഏതാണ്? നെയ്യാർ നദിയുടെ തീരത്താണ്. മറ്റൊന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഐരൂർ പുഴ. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ പുഴ. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തിലെ നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തിലെ നദി നെയ്യാറാണ്. വടക്കേറ്റത്ത് മഞ്ചേശ്വരം, തെക്കേയറ്റത്ത് നെയ്യാർ. മറ്റൊന്ന് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ മൂന്ന് നദികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് മൂന്നാർ. മുതിരപ്പുഴയും നല്ലതണ്ണിയും കുണ്ടളയും ഈ മൂന്ന് നദികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് മൂന്നാർ. തൊടുപുഴയാർ, കാളിയാർ, കോതയാർ എന്നിവ സംഗമിച്ചുണ്ടാകുന്ന പുഴ അത് മൂവാറ്റുപുഴ. തൊടുപുഴയാറ്, കാളിയാറ്, കോതയാറ് എന്നിവ സംഗമിച്ചുണ്ടാകുന്ന പുഴയാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. ഇതാണ് മൂവാറ്റുപുഴ. അട്ടപ്പാടി ഇക്കോ റിസ്റ്ററേഷൻ പദ്ധതിയുടെ ഭാഗമായി പുനർജനിച്ച നദി ഏത്? അട്ടപ്പാടി ഇക്കോ റിസ്റ്ററേഷൻ പദ്ധതിയുടെ ഭാഗമായി പുനർജനിച്ച നദിയാണ് കൊടുങ്ങരപ്പള്ളം നദി. അട്ടപ്പാടി ഇക്കോ റിസ്റ്ററേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പുനർജനിച്ച നദിയാണ് കൊടുങ്ങരപ്പള്ളം നദി എന്ന് പറയുന്നത്. കൊടുങ്ങരപ്പള്ളം. മറ്റൊന്ന് വടക്കാഞ്ചേരി പുഴ, ആളൂർ പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് കേച്ചേരി പുഴ. വടക്കാഞ്ചേരി പുഴ എന്നും ആളൂർ പുഴ എന്നും അറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് കേച്ചേരി പുഴ. ഏതാണ്? കേച്ചേരി പുഴ. മറ്റൊന്ന് കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? അത് വളപട്ടണം പുഴയാണ്. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴ കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളായ കബനി, ഭവാനി, പാമ്പാർ ഏതു നദിയുടെ പോഷക നദികളാണ്? കാവേരി നദിയുടെ. ഇനി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലൂടെ ഒഴുകുന്ന ഏക നദി കബനിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലൂടെ ഒഴുകുന്ന ഏക നദിയാണ് കബനി. കപില എന്നറിയപ്പെടുന്ന നദി അതും കബനിയാണ്. കപില എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അത്
കബനിയാണ് എന്ന് മനസ്സിലാക്കുക. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അത് കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി. മാനന്തവാടി പുഴയും പനമരം പുഴയും സംഗമിച്ചുണ്ടാകുന്ന നദി കബനി. മാനന്തവാടി പുഴയും പനമരം പുഴയും സംഗമിച്ചുണ്ടാകുന്ന നദിയാണ് കബനി എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? കബനിയാണ്. മാനന്തവാടി പുഴയും പനമരം പുഴയും സംഗമിച്ചുണ്ടാകുന്ന നദി കബനിയാണ്. മറ്റൊന്ന്, ഇടുക്കിയിലെ ദേവീകുളത്തിന് സമീപത്ത് ഉത്ഭവിക്കുന്ന ഏത് നദിയാണ് ഉത്ഭവ സ്ഥാനത്ത് തലയാർ എന്നറിയപ്പെടുന്നത്? പാമ്പാറാണ്. പാമ്പാർ ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, പാമ്പാർ. കബനി വയനാട്, ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി എന്നിങ്ങനെയാണ്. അപ്പൊ ഇടുക്കിയിലെ ദേവീകുളത്തിന് സമീപത്തു നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. പാമ്പാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തലയാർ. അപ്പൊ തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാർ. തലയാർ പാമ്പാറിന്റെ വെച്ചിട്ട് പഠിക്കുക. അടുത്ത്, ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന ഏതു നദിയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത്? പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് പാമ്പാർ നദിയാണ്. പാമ്പാർ വ്യക്തമായിട്ട് തന്നെ നോട്ട് ചെയ്യണം. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയിൽ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ്. പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെയും കബനി വയനാട് ജില്ലയിലൂടെയും ഭവാനി പാലക്കാട് ജില്ലയിലൂടെയുമാണ് ഒഴുകുന്നതെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, മറയൂർ വനം. മറയൂർ ചന്ദന കാടുകളും മറയൂരിലെ മുനിയറയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള മറയൂർ വനത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പോഷക നദി ചോദിച്ചാൽ പാമ്പാറാണ്. മറയൂർ വനത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പോഷക നദി പാമ്പാറാണ് എന്ന് മനസ്സിലാക്കുക. തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ പാമ്പാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം. മറ്റൊന്ന്, പാമ്പാറും ചിന്നാറും സംഗമിച്ച് രൂപം കൊള്ളുന്ന കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? അമരാവതിയാണ്. പാമ്പാറും ചിന്നാറും സംഗമിച്ച് രൂപം കൊള്ളുന്ന കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. ഏതാണ്? അമരാവതി. അമരാവതി കാവേരി നദിയുടെ പോഷക നദിയാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത് ഭവാനിയാണ്. ഭവാനി. വരകാർ, ശിരുവാണി എന്നിവ ഏതിന്റെ പോഷക നദികളാണ്? ഭവാനിയുടെ പോഷക നദികളാണ്. വരകാർ, ശിരുവാണി എന്നിവ ഭവാനി നദിയുടെ പോഷക നദികളാണ് എന്ന് മനസ്സിലാക്കുക. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം പുഴ. രാമപുരം പുഴ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ എന്ന് പറയുന്നത്. അടുത്തത്, കാസർഗോഡ് നഗരത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചോദിച്ചാൽ ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് നഗരത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. ഇനി, കേരള സർക്കാരിന്റെ നയപ്രകാരം എത്ര കിലോമീറ്ററിൽ കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന പുഴകളെയാണ് നദികളായി പരിഗണിക്കുന്നത്? 15 കിലോമീറ്റർ. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന പുഴകളെയാണ് കേരള സർക്കാർ നിയമപ്രകാരം അല്ലെങ്കിൽ നയപ്രകാരം നദികളായി പരിഗണിക്കുന്നത്. 15 കിലോമീറ്ററിൽ കൂടുതലുള്ളത്. ഇങ്ങനെ കേരളത്തിലാകെ 44 നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ചോദിച്ചാൽ 3 എണ്ണമാണ്. 44 നദികളാണ് കേരളത്തിൽ ആകെ ഉള്ളത്. അതിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 3ഉം പടിഞ്ഞാറോട്ട് 41. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളുണ്ട്? 11 നദികളുണ്ട്. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളുണ്ട്? 11 നദികളാണ് 100 കിലോമീറ്ററിൽ കൂടുതൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്ത്, കേരളത്തിലെ ഏറ്റവും അധികം പോഷക നദികളും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? അത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും അധികം പോഷക നദികളുള്ള നദി ചോദിച്ചാൽ പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ചോദിച്ചാലും അത് പെരിയാറാണ്. ഉത്തരം പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും അധികം പോഷക നദികളും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ എന്ന് മനസ്സിലാക്കുക. ഏതാണ്? പെരിയാർ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി ഏതാണ്? അത് മുല്ലയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൽ ചേരുന്ന, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. ആ പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി അത് മുല്ലയാറാണ്. ഏതാണ്? മുല്ലയാർ. പ്രാചീന രേഖകളിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന ഏതു നദിയെയാണ് ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം പെരിയാർ. അപ്പൊ പെരിയാർ പ്രാചീന രേഖകളിൽ അറിയപ്പെടുന്നത് ചൂർണി എന്നാണ്. അപ്പൊ ചൂർണി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പെരിയാറാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. എന്നാൽ ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ചതോ അതും പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വീണ്ടും പെരിയാറിനെയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഒന്ന് നോക്കുക, പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് ചൂർണി എന്നും പൂർണ എന്നും പെരിയാറിന് പേരുകളുണ്ടെന്ന് മനസ്സിലാക്കുക. പൂർണ എന്ന പേര് നൽകിയിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. ആരാണ്? ശങ്കരാചാര്യരാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, ഇനി 1341 വെള്ളപ്പൊക്കം. അപ്പൊ ഏതു വർഷം പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് മുസിരിസ് തുറമുഖത്തിന്റെ ആഴം കുറഞ്ഞ് ഉപയോഗശൂന്യമാകുകയും കൊച്ചിക്ക് പ്രാധാന്യമേറുകയും ചെയ്തത്? പറ, ഏതാണ്?
ഏതാണ് 1341 ആ ഒരു വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കൊച്ചി തുറമുഖം പ്രാധാന്യമായി ഉയർന്നു വരികയും മുസിരിസ് തുറമുഖം ആഴം കുറഞ്ഞ് ഉപയോഗശൂന്യമാവുകയും ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇനി മുല്ലപ്പെരിയാർ നമുക്കെല്ലാം വളരെ ഭീതിയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, അത് തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് സർക്കാരും മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പിട്ടതെന്നാണ്. തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് സർക്കാരും മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പിട്ടത് 1886 ഒക്ടോബർ 29 1886 ഒക്ടോബർ 29. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തിരുവിതാംകൂർ മഹാരാജാവിന് വേണ്ടി ഒപ്പിട്ടത് ആരായിരുന്നു? ദിവാൻ രാമയ്യങ്കറാണ്. അതായത് ഈ ഒരു 1886 ഒക്ടോബർ 29 വന്ന മുല്ലപ്പെരിയാറിന്റെ പാട്ടക്കരാറിൽ തിരുവിതാംകൂർ മഹാരാജാവിന് വേണ്ടി ഒപ്പുവെച്ചത് ദിവാനായിരുന്ന രാമയ്യങ്കാറാണ്. ആരാണ്? ദിവാനായിരുന്ന രാമയ്യങ്കാർ. തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ 1886 നവംബർ 29 ഒപ്പിട്ടത്. ഇനി മുല്ലപ്പെരിയാർ കരാറിനെ എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ ഇതിൽ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ കരാറിനെ എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ ഇതിൽ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് അത് വിശാഖം തിരുനാളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ഏത് ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ്? ജോൺ പെന്നിക്കോക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ഏത് ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് എന്ന് ചോദിച്ചാൽ ജോൺ പെന്നിക്യുക്ക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ്. അടുത്തത് 1886 എത്ര വർഷത്തേക്കായിരുന്നു മുല്ലപ്പെരിയാർ കരാർ ഒപ്പിട്ടത്? 999 വർഷത്തേക്ക്. 1886 999 വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ കരാർ ഒപ്പിട്ടത്. മറ്റൊന്ന്, പെരിയാറിന്റെ ഏത് പോഷക നദിയിലാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത്? പന്നിയാർ എന്ന് പറയുന്നത് പന്നിയാർ നദിയിലാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിന്റെ ഏത് നദിയിലാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത്? പന്നിയാർ നദിയിലാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ പമ്പ. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. നമ്മുടെ ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? അത് പമ്പ നദിയുടെ തീരത്താണ് ശബരിമല. അപ്പൊ മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നാണ് പമ്പ അറിയപ്പെടുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, അതായത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അറിയപ്പെടുന്നത് ജലത്തിലെ പൂരം എന്നാണ്. അപ്പൊ ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ചോദിച്ചാൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഈ വള്ളംകളി നടക്കുന്ന നദി ചോദിച്ചാൽ ഉത്തരം പമ്പ. ഈ നദി പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന ഏതു നദിയുടെ പോഷക നദികളാണ്? അഴുതയും കക്കിയും കല്ലാറും വരട്ടാറും. അത് പമ്പ നദിയുടെ ദക്ഷിണ ഭാഗീരഥി പമ്പ എന്ന് കേട്ടിട്ടില്ലേ? ആ ദക്ഷിണ ഭാഗീരഥി എന്ന് പറയുന്നത് പമ്പയാണ്. അഴുത നദി പമ്പയുടെ പോഷക നദിയാണ്. കക്കി നദി പമ്പയുടെ പോഷക നദിയാണ്. കല്ലാർ നദി പമ്പയുടെ പോഷക നദിയാണ്. വരട്ടാർ നദി പമ്പയുടെ പോഷക നദികളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ നദിയുടെ തീരത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ. ഈ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ചോദിച്ചാൽ പമ്പ നദീതീരത്താണ്. പമ്പയുടെ നദീതീരത്താണ്. അതുപോലെ തന്നെ പമ്പയുടെ തീരത്ത് നടക്കുന്നതാണ് പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം. അത് ചെറുകോൽപ്പുഴയിലാണ്. അതായത് പമ്പ നദിയുടെ തീരത്ത് എവിടെയാണ് പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് ചോദിച്ചാൽ ഉത്തരം ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനമാണ് പമ്പ നദിയുടെ തീരത്ത് നടക്കുന്നത്. മറ്റൊന്ന്, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഉത്തരം പമ്പയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിലാണ്. മറ്റൊന്ന്, പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിഗിരി പദ്ധതിയുടെ പവർ ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് മൂഴിയാറിലാണ്. പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിഗിരി പദ്ധതിയുടെ പവർ ഹൗസ് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ മൂഴിയാറിലാണ്. മറ്റൊന്ന്, നിള എന്നും പേരാർ എന്നും അറിയപ്പെടുന്ന നദി ചോദിച്ചാൽ, അതായത് നിള എന്നും പേരാർ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദിയാണ്. എഴുത്തച്ഛൻ ശോകനാശിനി എന്നുകൂടി വിളിച്ചിരുന്ന നദിയെ അതേതാണ് നദി? ഭാരതപ്പുഴ. നിള എന്നും പേരാർ എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എഴുത്തച്ഛൻ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ച നദി ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയെയാണ് എഴുത്തച്ഛൻ ശോകനാശിനി എന്ന് വിളിച്ചത്. അതുപോലെ നിള, പേരാർ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. മറ്റൊന്ന്, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. അതുപോലെ തന്നെ പാലാറ്, ആളിയാറ്, ഉപ്പാറ്. പാലാറ്, ആളിയാറ്, ഉപ്പാറ് വ്യക്തമായി നോക്കുക. ഈ ഒരു 3 പേര് പാലാറ്, ആളിയാറ്,
ഉപ്പാറ്, എല്ലാത്തിലും ഉണ്ട്. പാലാറ്, ആളിയാറ്, ഉപ്പാറ് എന്നിവ ചേർന്ന് രൂപമെടുക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. പാലാറ്, ആളിയാറ്, ഉപ്പാർ എന്നിവയുടെ പോഷക നദി കണ്ണാടിപ്പുഴയാണ് എന്ന് ഓർക്കുക. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നും എന്തറിയപ്പെടുന്നു? കണ്ണാടിപ്പുഴ അറിയപ്പെടുന്നു. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. കണ്ണാടിപ്പുഴ ആരുടെ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്ത്, മാമാങ്കവേദിയായിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. മാമാങ്കവേദിയായിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിന്റെ നൈൽ എന്ന് വിശേഷണമുള്ള നദി അത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈല് ഭാരതപ്പുഴ. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയും ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്? പൊന്നാനിയിൽ വെച്ച്. ഭാരതപ്പുഴ എവിടെ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു? പൊന്നാനിയിൽ വെച്ച് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹിമാലയത്തിന് തെക്ക് ഏറ്റവും കൂടുതൽ ദൂരം മനുഷ്യ സ്പർശമേൽക്കാതെ ഒഴുകുന്ന നദി ഏതാണ്? ഹിമാലയത്തിന് തെക്ക് ഏറ്റവും കൂടുതൽ ദൂരം മനുഷ്യ സ്പർശമേൽക്കാതെ ഒഴുകുന്ന നദി അത് കുന്തിപ്പുഴയാണ്. ഏതാണ്? കുന്തിപ്പുഴ. കേരളത്തിലെ കന്യാവനമായ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴയും സൈലന്റ് വാലിയിലൂടെ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയും. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ. അടുത്തത്, സൈലന്റ് വാലിയിൽ കുന്തിപ്പുഴയോട് ചേർന്ന് ആരംഭിക്കാനിരിക്കുന്ന ഏതു ജലവൈദ്യുത പദ്ധതിയാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെച്ചത്? അത് പാത്രക്കടവ് പദ്ധതിയാണ്. സൈലന്റ് വാലിയിൽ കുന്തിപ്പുഴയോട് ചേർന്ന് ആരംഭിക്കാനിരിക്കുന്ന ഏതു ജലവൈദ്യുത പദ്ധതിയാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെച്ചത്? അത് പാത്രക്കടവ് പദ്ധതിയാണ്. പാത്രക്കടവ് പദ്ധതി. മറ്റൊന്ന്, തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതു നദിയാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത്? ഉത്തരം ചാലിയാർ. ചാലിയാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബേപ്പൂർ പുഴ. ചാലിയാർ ബേപ്പൂർ പുഴ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്? തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്ന്. തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്ന് ചാലിയാർ ഉത്ഭവിക്കുന്നു. പുളച്ചിമലയിൽ നിന്നാണ് പമ്പ. ആനമലയിൽ നിന്ന് നമ്മുടെ ഭാരതപ്പുഴ എന്നിങ്ങനെ ഉത്ഭവിക്കുന്നുണ്ട്. അടുത്തത്, മാവൂരിലെ ഗ്വാളിയോർ ക്രയോൺസിൽ നിന്നുള്ള മാലിന്യത്താൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? ഉത്തരം ചാലിയാർ. മാവൂരിലെ ഗ്വാളിയോർ ക്രയോൺസിൽ നിന്നുള്ള മാലിന്യത്തിൽ മലിനീകരിക്കപ്പെട്ട നദി ചോദിച്ചാൽ ഉത്തരം ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന ചാലിയാറാണ്. അടുത്തത്, വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ റഹ്മാന്റെ നേതൃത്വത്തിൽ ഏതു നദിയുടെ മലിനീകരണത്തിനെതിരെ നടത്തിയ സമരമാണ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചത്? ചാലിയാർ നദിയുടെ മലിനീകരണത്തിനെതിരെ നടത്തിയ സമരമാണ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചത്. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്ന് മുൻകാലങ്ങൾ അറിയപ്പെട്ടത് ചാലിയാറാണ്. എന്നാൽ 2018 ശേഷം അത് പെരിയാറാണ്. പെരിയാർ. അപ്പൊ വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ റഹ്മാന്റെ നേതൃത്വത്തിലാണ് ചാലിയാർ സമരം നടത്തിയത്. ചാലിയാർ നദിയുടെ മലിനീകരണത്തിനെതിരെ സമരം നടത്തിയെന്ന് ഓർക്കുക. അടുത്തത്, നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് ചാലിയാറാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അതും ചാലിയാറാണ്. 50 കിലോമീറ്റർ നീളമുള്ള ഇരുവഞ്ഞിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ചാലിയാറിന്റെ പോഷക നദിയാണ്. 50 കിലോമീറ്റർ നീളമുള്ള ഇരുവഞ്ഞിപ്പുഴ, 50 കിലോമീറ്റർ ആണ് നീളം. ആ ഇരുവഞ്ഞിപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? ചാലിയാറിന്റെ പോഷക നദിയാണ്. ഇരുവഞ്ഞിപ്പുഴയുടെ പശ്ചാത്തലത്തിൽ എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് നാടൻ പ്രേമം. ഇരുവഞ്ഞിപ്പുഴയുടെ പശ്ചാത്തലത്തിൽ എസ് കെ പൊറ്റക്കാട് രചിച്ച നോവൽ നാടൻ പ്രേമമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി എന്ന വിശേഷണമുള്ള കേരളത്തിലെ നദി ഏതാണ്? ചാലക്കുടി പുഴ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ഏത് നദിയാണ്? അത് ചാലക്കുടി പുഴ. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നൊക്കെ കേട്ടില്ലേ? നമ്മുടെ കലാഭമണിയൊക്കെ ഈ ഒരു ചാലക്കുടിക്കാരനാണ്. അപ്പൊ ചാലക്കുടി പുഴയാണ് ഇത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കേരളത്തിലെ ഒരേയൊരു പ്രകൃതിദത്ത ഓക്സ്ബോ തടാകമായ വൈന്തല. കേരളത്തിലെ ഒരേയൊരു പ്രകൃതിദത്ത ഓക്സ്ബോ തടാകം ചോദിച്ചാൽ അത് വൈന്തലയാണ്. കേരളത്തിലെ ഒരേയൊരു പ്രകൃതിദത്ത ഓക്സ്ബോ തടാകം വൈന്തല. ഏത് നദിയിൽ രൂപം കൊള്ളുന്നു? ചാലക്കുടി പുഴ. ഏത് നദിയാണ്? ചാലക്കുടി പുഴയാണ്. മറന്നുപോകാതെ എഴുതണം. വൈന്തലയാണ് ഓക്സ്ബോ തടാകം. അത് കേരളത്തിലെ തന്നെ ഒരേയൊരു പ്രകൃതിദത്ത ഓക്സ്ബോ തടാകമാണ്. അത് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ. എന്നാൽ കേരളത്തിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് വെള്ളച്ചാട്ടത്തെയാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തൃശ്ശൂർ ജില്ല. അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് രൂപം കൊള്ളുന്നത്?
ചാലക്കുടി പുഴയിലാണ്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയിലാണ് രൂപം കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, സൈലന്റ് വാലിക്ക് സമീപത്തെ ചേരക്കൊമ്പൻ, ഇരട്ടക്കൊമ്പൻ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഒലിപ്പുഴ, വേളിപ്പുഴ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന പുഴയാണ് കടലുണ്ടിപ്പുഴ. ഏതാണ്? കടലുണ്ടിപ്പുഴ. സൈലന്റ് വാലിക്ക് സമീപമുള്ള ചേരക്കൊമ്പൻ, ഇരട്ടക്കൊമ്പൻ, സൈലന്റ് വാലിക്ക് സമീപമുള്ള ചേരക്കൊമ്പൻ, ഇരട്ടക്കൊമ്പൻ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഒലിപ്പുഴ, വേളിപ്പുഴ, ഒലിപ്പുഴ, വേളിപ്പുഴ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന പുഴയാണ് കടലുണ്ടിപ്പുഴ. ഏതാണ്? കടലുണ്ടിപ്പുഴ. മറ്റൊന്ന്, കേരള തമിഴ്നാട് അതിർത്തിയിലെ പശുക്കിടാമേട്, രാമക്കൽ തേരി, ഋഷിമല, കൂവമൽ എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറുപുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് അച്ചൻ കോവിലാർ. കേരള തമിഴ്നാട് അതിർത്തിയിലെ പശുക്കിടാമേട്, രാമക്കൽ തേരി, ഋഷിമല, കൂവമൽ എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറുപുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് അച്ചൻ കോവിലാർ എന്ന് പറയുന്നത്. അച്ചൻ കോവിലാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. മുല്ലയാറ്, മുതിരപ്പുഴ, ചെറുതോണിപ്പുഴ, പെരിഞ്ഞാൻകുട്ടിപ്പുഴ, ഇടമലയാർ, കട്ടപ്പനയാർ, പെരുംതുറയാർ, ആനമലയാർ. ഒന്നുകൂടെ, മുല്ലയാറ്, മുതിരപ്പുഴ, ചെറുതോണിപ്പുഴ, പെരിഞ്ഞാൻകുട്ടിപ്പുഴ, ഇടമലയാർ, കട്ടപ്പനയാർ, പെരുംതുറയാർ, ആനമലയാർ എന്നിങ്ങനെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. എവിടെയാണ്? പെരിയാർ. അടുത്ത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ചോദിച്ചാൽ അതിന്റെ ഉത്തരവും പെരിയാറാണ്. പെരിയാർ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഉത്തരം രാമപുരം പുഴ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. ഇനി, പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. അതായത് പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാടെ കൂടിയും തൃശ്ശൂരെ കൂടിയും മലപ്പുറത്തെ കൂടി ഒഴുകുന്ന നദി ചോദിച്ചാൽ ഭാരതപ്പുഴ. എവിടെ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു? പൊന്നാനിയിൽ വെച്ച്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് എന്ന് മനസ്സിലാക്കുക. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴ. മറ്റൊന്ന്, പീരുമേട്ടിലെ പുളച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദി. പീരുമേട്ടിലെ പുളച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയും പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയും ചോദിച്ചാൽ ഉത്തരം പമ്പയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനം കുട്ടനാട്. കാരണം സമുദ്രത്തിൽ ഏറ്റവും താഴെയുള്ളതാണ് നമ്മുടെ പമ്പ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാറാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാറാണ്. അപ്പൊ നമ്മൾ വളരെ പ്രധാനമായും എന്താണ് കേരളത്തിലെയും അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യയിലെയും പ്രധാന നദികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ കടന്നു വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് ഒട്ടനവധി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വരുന്ന ഏത് പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. ഇതിന്റെ വിട്ടുപോയ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ചാനലിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കിടുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്